പെല്ലറ്റ് ഗൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേരെ RAF പെല്ലറ്റ് ഗൺ പ്രയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുൻ IPS ഉദ്യോഗസ്ഥരാണ് ഹർജി നൽകിയത്. പെല്ലറ്റ് ഉപയോഗിക്കുന്നത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു. ശ്യാം ദേവരാജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക, അവരെ തല്ലിച്ചതയ്ക്കുക, മാരകായുധങ്ങൾ ഉപയോഗിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ കണ്ട് രാജ്യം ഞെട്ടിയതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് പോലും വിമർശനമുയർന്ന വിഷയമാണ്. ഇതിലിപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നു. അതും ഒരു മുൻ IPS ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് ശ്രദ്ധേയം. ഭാര്യ മുൻ IB സ്പെഷ്യൽ ഡയറക്ടറായ യശ്വർദ്ധൻ ആസാദാണ് ഇത്തരം ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കഴിഞ്ഞ ദിവസം ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പാർലമെന്റ് മാർച്ചിലാണ് ഈ രീതിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുമ്പോൾ 19-കാരനായ ഒരു പ്രക്ഷോഭകന്റെ ഒരു കണ്ണ് അന്ധത ബാധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കടുത്ത നടപടികൾ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടായ സാഹചര്യത്തിലാണ് ഒരു പൊതുതാൽപര്യ ഹർജി പെല്ലറ്റ് ഗൺ ഉപയോഗം നിരോധിക്കണം, പ്രത്യേകിച്ചും സേനകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേരെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗൺ പ്രയോഗിക്കരുത്, ശരീരത്തിൽ തുളച്ചു കയറുന്നതും വേദന സൃഷ്ടിക്കുന്നതുമാണ് പെല്ലറ്റ് ഏൽക്കുന്നവരുടെ ആരോഗ്യം അതിവേഗം മോശമാകും, സമാധാനപരമായി സമരം ചെയ്യുന്നവർക്ക് നേരെ കുറഞ്ഞ ബലപ്രയോഗം ആണ് പ്രയോഗിക്കേണ്ടത്, ആ തത്വത്തിന് വിരുദ്ധമാണ് പെല്ലറ്റ് ഗൺ പോലെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നത്, കണ്ണുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും വലിയ ദോഷമുണ്ടാക്കുന്നുവെന്ന ആക്ഷേപം കൂടി ഈ പൊതുതാൽപര്യ ഹർജിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പെല്ലറ്റ് ഉപയോഗിക്കുന്നത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യവും കൂടി ഈ മുൻ IPS ഉദ്യോഗസ്ഥർ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്, ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. ഈ പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി പിന്നീടായിരിക്കും പരിഗണിക്കുക. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ.